സീസർ മാഷ്, വിഷയം അവതരിപ്പിച്ച മനോജ് മാഷ്, ഒന്ന് വിഷയത്തെ അധികരിച്ചുകൊണ്ട് വിഷയാവതരണത്തിന് ശേഷം അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിക്കപ്പെട്ട കർത്തവ്യം. മനോജ് മാഷ് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഗോത്ര വർഗ മേഖലയിലെ വിദ്യാഭ്യാസത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്ന്, വിവിധ ഡൊമൈനിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമിൽ നിന്നുകൊണ്ടും, അതോടൊപ്പം തന്നെ മറ്റൊരു ഡൊമൈനായുള്ള ആ ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള അതിൻ്റെ പരിസരത്തിൽ നിന്നുകൊണ്ടും, അതോടൊപ്പം തന്നെ ഒരു പൊതു സമൂഹം എന്ന രീതിയിലോട്ട് ഗോത്ര വിദ്യാഭ്യാസത്തിൽ എങ്ങനെയാണ് നിലവിലെ ഇടപെടലുകൾ എന്നതിനെ കുറിച്ചും അതിൻ്റെ പ്രശ്ന സങ്കീർണതകളെ കുറിച്ചൊക്കെ സാറിൻ്റെ പ്രഭാഷണത്തിൽ ഉൾച്ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലായത്. ആദ്യ ഭാഗം സാധിച്ചിരുന്നില്ല. ഞാൻ കുറച്ച് വൈകി വന്നിട്ട് അതിൽ ക്ഷമയോജിക്കണം. ചില സാങ്കേതിക കാരണം കൊണ്ടാണ് വൈകിയിരുന്നത്. നമ്മൾ ഈ ഗോത്ര സമൂഹങ്ങളുടെ വിദ്യാഭ്യാസം ഏറെ കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഈ ഗോത്രവർഗ മേഖലയിലോട്ടുള്ള വിദ്യാഭ്യാസത്തെ പ്രത്യേകിച്ച് പരിഷത്ത് മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ നിന്നുകൊണ്ട് ശാസ്ത്രബോധത്തിലൂടെ കൂടി വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെയൊക്കെ അതിനെ ജനകീയവൽക്കരിക്കുന്നതിൽ ഏറ്റവും പ്രയാസം നേരിട്ടിരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഗോത്രവർഗ മേഖലയാണ്. ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഗോത്രവർഗ മേഖലയിലെ വിദ്യാഭ്യാസം, നമ്മൾ സാമ്പത്തിക വിദ്യാഭ്യാസം ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ജനകീയവൽക്കരിക്കപ്പെടുന്ന പ്രക്രിയയിൽ അത് ഒരുപക്ഷെ ഗോത്രവർഗ സമൂഹം ഇപ്പോഴും ഓരത്ത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. ആ ഓരത്ത് നിൽക്കുന്ന സമൂഹത്തെ കുറെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സന്തോഷ് മാഷയുടെ പ്രവർത്തനങ്ങൾ നിന്നിരുന്നത് എന്നുള്ളത് ഈ ദിവസത്തിൽ നമ്മൾ അനുസ്മരിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം ബാവലി സ്കൂളിൽ നടപ്പിലാക്കിയിരിക്കുന്ന പല പദ്ധതികളും ഒരുപക്ഷെ വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തെ കൂടി കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട് കൊണ്ടുപോകണമെന്ന് ഏറെ ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യപ്പെട്ട ഒരു മാതൃക നമ്മുടെ മുമ്പിൽ അവശേഷിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ തന്നുകൊണ്ടാണ്, ആ ഉത്തരവാദിത്തത്തോടെ നമ്മുടെ മുമ്പിൽ തന്നുകൊണ്ടാണ് സന്തോഷ് മാഷ് അത്ര മാതൃക കാണിച്ചു തന്നുകൊണ്ടാണ് സന്തോഷ് മാഷ് നമ്മളോട് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഈ സമയത്ത് അത് ഓർമ്മിപ്പിക്കാൻ കാരണം. ഗോത്രവർഗ മേഖലയിലെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒന്ന് ചരിത്രപരമായിട്ടും കൂടി നമ്മൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ മിഷണറി പ്രവർത്തനങ്ങളൊക്കെ ഇന്ത്യയിലും കേരളത്തിലുമാകെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, കോട്ടയം ജില്ലകളുടെയും അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയുടെ ഭാഗങ്ങളൊക്കെ നിൽക്കുന്ന, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ മേലുകാവിന്റെ പ്രദേശത്ത് മലയേറിയ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരുപക്ഷെ മിഷണറി പ്രവർത്തകരെ സമീപിക്കുകയും ഞങ്ങൾക്കും വിദ്യാഭ്യാസം വേണം, ഞങ്ങളുടെ പ്രദേശത്തും വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരു സമൂഹമാണ്. ഇത്തരത്തിലൊരു ചരിത്രം നമുക്ക് മുന്നിൽ, കേരളത്തിന്റെ മുന്നിൽ ആദിവാസി ഗോത്രവർഗ വിദ്യാഭ്യാസത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇത് ഒരു ഭാഗം. അതേപോലെ തന്നെ
അത് ആ സമൂഹം ആവശ്യപ്പെടുകയാണ് ചെയ്യപ്പെട്ടത്. ഇത് നമ്മൾ പലപ്പോഴായിട്ട് മറക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ചരിത്രത്തിൽ. അപ്പം അന്ന് മുതലേ നമുക്ക് എന്താ പറയേണ്ടത്, ഗോത്രവർഗ വിദ്യാഭ്യാസത്തെ ഒരു സ്റ്റേറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുമ്പ് തന്നെ ഗോത്രവർഗം ആ ആധുനിക വിദ്യാഭ്യാസത്തെ വളരെ സ്വാഗതാർഹമായി കൊണ്ടും തങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം ആവശ്യമാണെന്നും സൂചിപ്പിക്കപ്പെടുന്ന ഒരു അടയാളപ്പെടുത്തലാണ് മലയാളിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഒരു റിസൾട്ട് ആ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഘട്ടം വയനാട് ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഒരു പക്ഷേ വയനാടിന്റെ ഗോത്രവർഗ മേഖലയിലെ വിദ്യാഭ്യാസത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന പിന്നോക്കം പോയ ഒരു ചരിത്രം വയനാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്ന് തോന്നുന്നു. ഞാനത് സൂചിപ്പിക്കുന്നത് മാനന്തവാടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ചില പ്രവർത്തനങ്ങളെ, ചില സാംസ്കാരിക പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത് പറയാൻ കാരണം. 1960കളുടെ 50കളുടെ അവസാന കാലഘട്ടത്തിലും 60കളുടെ ആരംഭ കാലഘട്ടത്തിലും എരുമത്തെരുവിലെ ഒരു ഗോത്രവർഗ സമൂഹങ്ങൾ മാത്രം, പ്രത്യേകിച്ച് അടിയം പണിയം എന്നീ പറയുന്ന ഗോത്രവർഗക്കാർ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടന പ്രധാനമായിട്ടും അവരുടെ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നത് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ആശയമായിരുന്നു. ഈ ചരിത്രം ഉൾക്കൊള്ളുന്നവരുടെ പിൻതലമുറക്കാർ നമ്മുടെ മുന്നിൽ തന്നെയാണ്. ഒരുപക്ഷെ നമ്പി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. സിയ ജോഗി എന്ന് പറയുന്ന ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ ആദ്യ കാലഘട്ടത്തിലെ നമ്മുടെ വയനാടിന്റെ ചരിത്രത്തിലെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ മേഖലയിൽ വളരെ ശക്തമായിട്ട് ഈ സംഘടന ഒരു 5-8 വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ എന്നോണം നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ പ്രത്യേകിച്ച് ഇവിടെ ഈ മാനന്തവാടിയിൽ അന്നുണ്ടായിരുന്ന ആശ്രമ സ്കൂളായിരുന്നു തോന്നുന്നു. അതിനുശേഷം നമ്മൾ സർവോദയ സ്കൂളുകളിലോട്ടൊക്കെ കുട്ടികളെ എത്തിക്കുന്നതിൽ, ആ കാലഘട്ടത്തിൽ എത്തിക്കുന്നതിൽ പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ഒരു തുടർ അത്തരത്തിൽ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം കിട്ടിയിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു പി.കെ. കരിയൻ എന്ന് പറയുന്നു. കാളേക്കും അതിന്റെ ഇൻസ്പിറേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ പല പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മൂവ്മെന്റിലെ അതിന്റെ കുറെ കാലഘട്ടത്തിന് ശേഷമാണ് ഒരു കുറിച്യ സമുദായത്തിൽപ്പെട്ട ഒരാള് അതിന്റെ വാക്കായി മാറുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് ആദിവാസി സമൂഹങ്ങളുടെ പിന്നാക്കാവസ്ഥയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ആദിവാസി വിദ്യാഭ്യാസത്തിന്റെ പിന്നാക്കാവസ്ഥയെ കുറിച്ച് പറയുന്ന സമയത്ത് അത് ഒരു പക്ഷേ പണിയ വിഭാഗം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും. അല്ലാതെ പുരുഷരുടെയും ഉള്ളുകുറുപ്പിന്റെയും വിദ്യാഭ്യാസത്തിന്റെ പിന്നോക്കാവസ്ഥയെ മുൻനിർത്തിക്കൊണ്ടല്ല. ഈ വയനാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗമായിട്ടുള്ള ആ പണിയ വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ മുൻനിർത്തിക്കൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള സമൂഹത്തിൽ നിന്ന് 1950കളുടെ അവസാന കാലഘട്ടത്തില് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണമെന്നുള്ള ശക്തമായ വാദം മുൻനിർത്തിക്കൊണ്ട് ഒരു സംഘം ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ആ പ്രവർത്തനത്തിൽ അങ്ങനെ നേതൃത്വം കൊടുത്തിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ടെന്ന് പറയാൻ ആ കാഴ്ചപ്പാട് അന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ നിന്നുള്ള ആളുകൾക്ക് ഇന്ന് അത് അത്ര ശക്തമായിട്ട് ആവിഷ്കരിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കൂടുതൽ പരിശോധിക്കപ്പെടേണ്ട സംഗതിയാണ്. എന്തുകൊണ്ടാണ് ഈ 50കളുടെ അവസാന കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന സംഗതി അത്ര ശക്തമായിട്ട് നമുക്ക് 2025 പറയാൻ കഴിയാതിരിക്കുന്നു? ആ സമൂഹത്തിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കൊണ്ട് നിരവധി കൂട്ടായ്മകൾ രൂപപ്പെടേണ്ടതായിരുന്നു. പക്ഷെ വിരളമായ കൂട്ടായ്മകൾ മാത്രമേ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഇച്ഛാശക്തി ഈ സമൂഹത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാമൂഹ്യ സാഹചര്യം, ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾക്ക് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വിദ്യാഭ്യാസമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, സ്റ്റേറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്
മുൻനിർത്തി നമ്മുടെ ഭരണഘടനയും ഒക്കെ പരിരക്ഷയോട് കൂടിയിട്ടുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിൽ പോലും നമുക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന ആളുകളുടെ വിദ്യാഭ്യാസത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല? ഇവിടെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കുറെ കൂടി മനോജ് മാഷ് പറഞ്ഞിരിക്കുന്ന ആ ഒരു സമഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണമെന്ന് കുറച്ചുകൂടി ശക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന സംഗതിയാണ്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് അധ്യാപകരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, പൊതുപ്രവർത്തകർ എന്നിവരുണ്ട്, അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പുകളുണ്ട്. ഈ ആളുകളൊക്കെ ഇതിൽ ഈ സമഗ്രതയിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രവർത്തനം നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം സ്വയം ഒന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ളതും എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴായിട്ട് നമുക്ക് കാണുന്നത് സ്കൂളുകളുടെയൊക്കെ നമ്മുടെ ഏറ്റവും അധ്യാപകർക്കാണ് ഒരുപക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് എന്നുള്ളതും നമ്മൾ പറയേണ്ടതായിരിക്കുന്നത്. സ്കൂളുകളിലൊക്കെ ഇപ്പൊ ഞാനും വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ സമീപ പ്രദേശ സ്കൂളുകളുണ്ട്. നിരവധി പ്രദേശങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോഴും സ്കൂളുകളിലൊക്കെ കലർന്നുള്ള ഒരു പിയർ ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പലപ്പോഴും കുട്ടികൾ കളിക്കുന്ന സമയത്ത് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ ഒരു പറ്റം കളിക്കുന്നു. ഈവൻ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് തോൾ ചേർത്തിട്ട് ഒരു ആദിവാസി സമൂഹവും മറ്റ് ഇതര സമൂഹത്തിലുള്ള ആളുകൾ ഒരുമിച്ച് പോകുന്നതൊക്കെ വളരെ വിരളമായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഈ ചെറിയ ക്ലാസ്സിലുള്ള കാര്യമാണ് പറയുന്നത്, വലിയ ക്ലാസ്സിലുള്ള കാര്യമില്ല പറയുന്നത്. ചെറിയ ക്ലാസ്സിൽ എന്തുകൊണ്ട് നമുക്കങ്ങനെ ഇപ്പോഴും കാണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ജനകീയവൽക്കരിക്കപ്പെടുന്ന വിദ്യാഭ്യാസത്തില് എന്തുകൊണ്ടാണ് ഈ ആശയം പൊതുമണ്ഡലത്തില് വരാതെ പോകുന്നത്? ഇപ്പോഴും ഈ വിദ്യാഭ്യാസം ഈ പറയുന്ന ആളുകൾക്കൊക്കെ അത്ര പഠിച്ചാൽ മതി എന്ന പൊതുബോധം നമ്മളിൽ ഉണ്ടാവുന്നെന്ന് അത് നമ്മൾ ഏത് രീതിയിലോട്ട് അഡ്രസ് ചെയ്യപ്പെടേണ്ടതുള്ളത് എന്നും കൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്ന സംഗതിയാണ്. ഈ നമ്മൾ വളരെ സെറ്റിൽഡ് ആയിട്ടാണ് ആ സ്ഥാനത്തെ കാണുന്നത്. ഒരുപക്ഷെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ അത് വളരെ സാധാരണത്വമുള്ള എല്ലാവരുടെയും സ്കൂളിൽ പോയിട്ടില്ല, അതിനെക്കുറിച്ച് ഒരു സാമൂഹ്യം എല്ലാ ആളുകൾക്കും കൺസേൺ അല്ല, അവരങ്ങനെയാണ് പോകാറില്ല, അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു സെറ്റിൽഡ് ആയ ബോധം നമ്മളുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പൊതു സമൂഹം എങ്ങനെയാണ് ആദ്യം ഗോത്ര വിദ്യാഭ്യാസത്തെ, പ്രത്യേകിച്ച് ഗോത്രവർഗത്തിൽ തന്നെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തെ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലോട്ട് ഒരു തൊഴിൽ എന്താ പറയുക, ഒരു തൊഴിലാളികളെ സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പറ്റം ആളുകളെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം എന്നുള്ള ഒരു പൊതുബോധം കൂടി. ഞാൻ ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കപ്പെടുന്നത് ശരിയാണെന്ന് അറിയില്ല. പലപ്പോഴായിട്ട് കാണുന്നത് ഈ കുട്ടികളെയൊക്കെ, ചെറിയ കുട്ടികളെയൊക്കെ, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി മുതിർന്നു വരുമ്പോൾ കുട്ടികളെയൊക്കെ ഈ ചില ജോലിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഇതൊരു തൊഴിലാളികളുടെ ഗ്രൂപ്പിനെ നമുക്ക് രൂപപ്പെടുത്തി എടുക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഒരു പക്ഷേ നമ്മുടെ പൊതുമണ്ഡലത്തിൽ എങ്ങനെയോ വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു റാക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇനിയും വരേണ്ടതായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നില്ല. മനോജ് മാഷ് പറഞ്ഞിരിക്കുന്ന ഒരു സമഗ്രതയിൽ ഇത്തരം കാര്യം കൂടി ഉൾപ്പെടുത്തപ്പെടണം എന്ന് കൂടി ഈ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോത്രവർഗ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രയാസം, ഈ ഗോത്രവർഗ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മനോജ് സാറ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ വേണ്ടത്ര പരിഗണന കിട്ടുന്നുണ്ടോ, എവിടെയാണ് തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പൊതുസമൂഹം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഒരുപാട് കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഒരു പ്രൈമറി അധ്യാപകൻ എന്നുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിലുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പങ്കുവെക്കാൻ ശ്രമിക്കുന്നത്, അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ. ഒന്നാമതായിട്ട് തോന്നുന്നത്, കുട്ടികൾക്ക് എല്ലാ
രംഗത്ത് ഒരേ പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കേരളത്തിലൊരു സാഹചര്യം, ഇന്ത്യയിൽ മൊത്തം നോക്കിയാൽ 4-1 കുട്ടികളും വിദ്യാലയത്തിൽ എത്തുന്നില്ല എന്നുള്ള പഠനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം കേരളത്തിൽ എല്ലാ കുട്ടികളും സ്കൂളിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് വിദ്യാലയങ്ങൾ ഉണ്ട് എന്നുള്ളതും അധ്യാപകരും ഒക്കെ ഈ കുട്ടികളെ നിരന്തരം സന്ദർശിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അതിലൊരു വസ്തുതയാണ്. നമ്മുടെ ചെറിയ ക്ലാസ്സുകളിലൊന്നും ഒഴിഞ്ഞുപോക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് പൊതുവെ കാണുന്ന കാര്യം. കണക്കനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും വിദ്യാലയങ്ങളിൽ എത്തുന്നുണ്ട്. പക്ഷെ പ്രയാസം എന്താണെന്നാൽ ഈ എത്തുന്ന കുട്ടികൾ കൃത്യമായിട്ട് സ്കൂളിൽ വരുന്നില്ല. ഒരു ദിവസം വന്ന് ചിലപ്പോൾ 1-2 ദിവസം വരാതിരിക്കുന്നു, അടുത്ത ദിവസം വരുന്നു എന്നുള്ള തോന്നില്ല. ഒരു തുടർ ഹാജരില്ലായ്മ ക്ലാസ്സുകളിൽ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഒന്നിലേക്ക് ചെറിയ ക്ലാസ്സുകളിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ട പരിഗണന, ആ കുട്ടികളുടെ മറ്റു കുട്ടികളോടൊപ്പം ഇടകേർന്ന് അല്ലെങ്കിൽ ഇഴകിച്ചേരാനുള്ള ഒരു സമയം, കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് തന്നെ മറ്റു കുട്ടികൾക്ക് പൊതുവായ പിന്തുണകൾ കൂടുതൽ കിട്ടുന്ന വിദ്യാർത്ഥികളെല്ലാം നഴ്സറി തൊട്ട് തന്നെ ഈ പാഠഭാഗങ്ങളെല്ലാം പഠിച്ചു വരുന്ന ഒരു രീതിയാണ്. ഇപ്പൊ വിദ്യാലയങ്ങളിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നഴ്സറി പോവാത്ത കുട്ടി 1-ാം ക്ലാസ്സിൽ വരുന്നു എന്ന് പറയുന്നത് എന്തോ ഒരു പ്രയാസം പോലെ. അങ്ങനെയല്ല, കുട്ടി 1-ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് അക്ഷരം കണക്കും എല്ലാം പഠിച്ചിട്ട് വരണം 1-ാം ക്ലാസ്സിൽ. ആ കുട്ടിയെ പഠിപ്പിക്കാനാണ് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിനിടയിലേക്കാണ് മറ്റു അത്തരം പ്രാഥമികമായിട്ടുള്ള ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന അംഗനവാടി വിദ്യാഭ്യാസം വളരെ കുറച്ച് കിട്ടി പ്രൈമറിയിലൊക്കെ പോയ കുട്ടികൾ, അല്ലെങ്കിൽ ഒട്ടും പോവാത്ത കുട്ടികൾ 1-ാം ക്ലാസ്സിലേക്കൊക്കെ വരുന്ന കഴിയുമ്പോൾ ഇവർക്ക് ഈ കൂട്ടത്തിൽ എത്താൻ പറ്റുന്നില്ല എന്നല്ല, ഈ കുട്ടികളുടെ കൂടെ എത്താൻ കുറച്ച് പ്രയാസം നേരിടും. ആദ്യത്തെ ഒരു വർഷമൊക്കെ എടുക്കും അവരൊന്ന് കുട്ടികളും എല്ലാവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് വരാൻ, ഒന്ന് പരിചയപ്പെട്ട് വരാൻ. അതും നല്ല ശ്രദ്ധ സ്കൂളിൽ ഈ കുട്ടികൾക്ക് പരിഗണന കിട്ടുന്ന സമയത്ത് അവരങ്ങനെ വരുന്നുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പഠിച്ചു വരുമ്പോഴേക്കും മറ്റു കുട്ടികൾ കുറച്ചും കൂടെ മേലോട്ട് വരും. അപ്പം ഒരു ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങളോ എഴുത്ത് വായന തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടാതിരിക്കുമ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ് എത്തുമ്പോഴേക്കും അവർ കുറച്ച് പുറകോട്ട് നിൽക്കുന്ന, അവർ സ്വയം തന്നെ ഇത് മതി. അതിന് ടീച്ചേഴ്സും അവർക്ക് വേണ്ടി മാത്രം കുറച്ച് വാക്കുകളും കഥകളും ഒക്കെ സൈഡിൽ എഴുതി കൊടുക്കും. മറ്റു കുട്ടികൾ മറ്റു കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് വരികയും ചെയ്യും. ഇത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു 4-ാം ക്ലാസ് 5-ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾ പുറകോട്ട് പോകുന്ന അവസ്ഥയിൽ അവർ തന്നെ മടിക്കും. പിന്നെ ഈ കൂട്ടത്തിൽ എത്താൻ പറ്റുന്നില്ല, മറ്റു കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ഒരു പ്രയാസം പൊതുവെ ഫീൽഡിൽ നമുക്ക് കാണാം. ഇവിടെ ഇതിനെ മറികടക്കാൻ വേണ്ടി മെന്റൽ ടീച്ചേഴ്സിന്റെ ഒക്കെ സേവനം കേരളത്തിലുണ്ട്. വേറെ ഒരു സ്ഥലത്തും ഇല്ലാത്ത ചില കാര്യങ്ങൾ ഇവിടെ സർക്കാർ തലത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഫലപ്രദമായി വരുന്നുണ്ടോ എന്നുള്ളൊരു കൃത്യമായ മോണിറ്ററിങ്ങും ഇടപെടലും ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് പറയുന്നത്. ഇപ്പം സമഗ്ര ഗുണമേന്മയ്ക്കായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രൈമറി തലങ്ങളിൽ വളരെ കാതലായ ഇടപെടൽ ഉണ്ടാവും. ആ ഇടപെടലിൽ നമുക്ക് എല്ലാവർക്കും ഇടപെടാനുള്ള അവസരമുണ്ട്. ആ അവസരം ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. 1-2 കാര്യങ്ങളൂടെ ഉള്ളത്, ഈ കുട്ടികളെ പൊതുവെ പൊതുവേദികളിൽ സംസാരിക്കാൻ കുട്ടികൾക്ക് എത്രത്തോളം അവസരം കിട്ടുന്നുണ്ട്. ഒരു സ്കൂളുകളിൽ ഒരുപാട് പൊതുവേദികളുണ്ട്. അസംബ്ലി തൊട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് സംസാരിക്കാം. നമ്മളിങ്ങനെ എടുത്തു പരിശോധിച്ച ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് എത്ര കുട്ടികൾക്ക് ഗോത്രവർഗ വിഭാഗത്തിൽ വരുന്ന കുട്ടികൾ എത്ര പേര് ലീഡർമാരായിട്ട്, ക്ലാസ് ലീഡർമാരായിട്ടുണ്ട്, എത്ര ക്ലബിന്റെ കൺവീനർമാരായിട്ട് കുട്ടികളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ക്ലാസ് മുറികളിൽ പോയി നോക്കിയാൽ അറിയാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന ചില കാര്യങ്ങൾ പോലും ടീച്ചേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പലപ്പോഴും ഒരു ക്ലാസ്സിലെ ലീഡർമാരെ മുമ്പായിരുന്നു ഒരു വർഷം മുഴുവൻ ഒരു ലീഡർ വെച്ചുപിടിക്കും. അപ്പൊ വേണമെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരാഴ്ചയിൽ ഒരു ലീഡർ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എല്ലാ കുട്ടികളും ഇങ്ങനെ മാറി മാറി ലീഡർമാരായിക്കൊണ്ടിരിക്കും. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ മാറി മാറി അവർക്ക് നറുക്കൊക്കെ എടുത്ത് ഞാനൊക്കെ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് ക്ലാസ്സിൽ കാണാൻ പറ്റും. എന്നാൽ ആ കുട്ടി ഒരിക്കലും ലീഡർ, അപ്പൊ ആ കുട്ടി ലീഡർ ആവുന്നത് ഒരു പ്രിഫറൻസിന്റെ ഭാഗമായിട്ടല്ല. എല്ലാ കുട്ടികൾക്കും ഒരേ തുല്യ പരിഗണന കിട്ടുന്ന സമയത്താണ് ആ കുട്ടിയും ഒരു നറുക്കിലൂടെയൊക്കെ ലീഡറായിട്ട് മാറുന്നത്. ബോധപൂർവം അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ക്ലാസ്സിലെ കുട്ടികളുടെ ഇടയിൽ അത്തരത്തിൽ ഒരു വിവേചനം ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പൊതുവായിട്ട് സംസാരിക്കും, മൈക്കിന്റെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ നമ്മൾ നന്നായി ഇടപെടുമെന്ന് വിചാരിക്കുന്ന കുട്ടി പോലും പൊതുവായിട്ട് ഒരാൾ വരുമ്പോൾ ഒരു നന്ദി പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന നമുക്ക് കാണാം. എന്നാൽ കുട്ടികൾക്ക് അതൊരു ശീലമില്ല, പറഞ്ഞാൽ തെറ്റിപ്പോകുന്ന പ്രയാസങ്ങൾ ഇതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് ക്ലാസ് മുറികളിൽ തന്നെയാണ്. അപ്പൊ അത് അഡ്രസ്സ് ചെയ്യപ്പെടുകയാണെങ്കിൽ കുറച്ച് കാലങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ആ രീതിയിൽ സംസാരിക്കാനും ഇടപെടാനും കഴിയേണ്ടതുണ്ട്. മാത്രമല്ല പിന്നെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പം വിദ്യാലയങ്ങളിലുള്ള 2
പിന്നെ ഈ മീഡിയം ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയങ്ങളാണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഉണ്ട്. നമ്മളതിനെ ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകർ അതിനെ ഒരു വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഒരാൾ വന്ന് പറയുന്നത് എൻ്റെ കുട്ടി ഇവിടെ വേണമെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം കൂടെ വേണം, മലയാളം മാത്രമുള്ള സ്ഥലത്ത് ഇംഗ്ലീഷ് പുസ്തകം വെച്ചിട്ടില്ല, ഇംഗ്ലീഷ് മീഡിയം കൂടെ കൊണ്ടുവരണം. അപ്പൊ ആ കുട്ടികളെ അത്തരം നിർബന്ധമില്ലാതിരിക്കുക ഗോത്രവർഗ വിഭാഗത്തിൽ വരുന്ന കുട്ടികളാണ്. അവർ മിക്കവാറും ഒരു സ്കൂളിൽ നിങ്ങൾ 3 ഡിവിഷൻ ഉണ്ടെങ്കിൽ 2 ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനും 1 ഡിവിഷൻ മലയാളം മീഡിയം ആണെങ്കിൽ ആ കുട്ടികളായിരിക്കും കൂടുതലായിട്ട് മലയാളം മീഡിയത്തിൽ ഉണ്ടാവും. പിന്നീട് മലയാളം പഠിക്കണമെന്ന് കുറച്ച് ആദർശക്കുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആരുടെയും മക്കൾ അവിടെ ഉണ്ടെങ്കിൽ അവരും കൂടെ ആ മലയാളം മീഡിയത്തിൽ ഉണ്ടാവുന്നുണ്ടോ. ബാക്കി എല്ലാം ഈ ഗോത്രവർഗ വിദ്യാർത്ഥികളായിരിക്കും. അപ്പൊ അവിടെ പോയി ചെല്ലുമ്പോൾ ഈ കുട്ടികൾ മാത്രമാണ് ഒരു കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കുട്ടികൾ ആ ഒരു ഗ്രൂപ്പിലാണ് കളിക്കുന്നത്. അപ്പൊ പൊതുവെ കായികം ഫുട്ബോൾ കളിക്കാനൊക്കെ കുട്ടികൾക്ക് ഇവരെ സ്കില്ലുള്ളത് കൂടുതലായിട്ട് ചിലപ്പോൾ പലപ്പോഴും ഗോത്രവർഗ കുട്ടികളായിരിക്കും. അപ്പൊ അവരെ ലീഡർ ആവാനും അവരുടെ ഗ്രൂപ്പിൽ 2 ഗ്രൂപ്പായി തിരിക്കുമ്പോൾ അവരെ കൂടെ നിൽക്കാനും കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പൊ അത്തരം സാധ്യതകളെല്ലാം അടയുന്ന തരത്തിൽ ഇത് ഈ തരത്തിലുള്ള മീഡിയം നമ്മുടെ വിദ്യാലയങ്ങളിൽ വ്യാപിച്ചു കഴിഞ്ഞു, മാറ്റാൻ പറ്റാത്ത രീതിയിൽ. ഈ പ്രാവശ്യം തന്നെ SLC പരീക്ഷയിൽ 50%-ലധികം ആളുകൾ ഇംഗ്ലീഷ് മീഡിയം പരീക്ഷ എഴുതുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാം. ഇവിടെ 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഈ കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ മലയാളം തന്നെ അവരുടെ രണ്ടാമത്തെ ഒരു ഭാഷയാണ്. അപ്പം ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ മലയാളത്തിലാണ് പൊതുവെ സ്കൂളുകളുടെ പ്രയോഗം മുഴുവൻ, മലയാളത്തിൽ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ ഈ കുട്ടികൾക്ക് ശരിക്കും മലയാളം വേണം, ഇംഗ്ലീഷിലെത്താൻ വേണ്ടി സ്വന്തം ഭാഷ മലയാളം ഇംഗ്ലീഷ് എന്നുള്ളതാണ്. മറ്റേ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് എന്നുള്ള ഒരു പ്രശ്നം. അപ്പൊ ഈ തടസ്സങ്ങൾ കൂടുതലുണ്ട് എന്നർത്ഥം. അത്തരം സന്ദർഭങ്ങൾ അത് പരിഹരിക്കപ്പെടേണ്ടത്. ഇനി അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ റെസിഡൻഷ്യൽ സ്കൂളുകളെ കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ഒരു യോഗത്തിൽ ഇങ്ങനെ മറ്റൊരു യോഗത്തിൽ ചോദിക്കേണ്ട, ഈ കുട്ടി 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഇപ്പം പിന്നെ രാജീവ് ഗാന്ധി റെസിഡൻഷ്യൽ സ്കൂളാണെങ്കിൽ അവിടെ കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ മാത്രമാണ്. ഇവിടെ അംബേദ്കർ സ്കൂളിലേക്ക് തോന്നുന്ന പണിയ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ മാത്രമാണ്. എന്ത് സോഷ്യലൈസേഷൻ ആയിട്ടുള്ള നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും? കുട്ടികൾ ശരിക്കും പൊതുവിദ്യാലയങ്ങളിൽ എല്ലാവരും കൂടി ചേർന്ന് പഠിക്കേണ്ടതാണ്. ഇപ്പൊ ചില കാതലായ നിർബന്ധങ്ങളും ചില തുറന്നു പറച്ചിലുകളും, അതായത് പൊതുവിദ്യാലയങ്ങളിൽ മലയാളം മീഡിയം വളരെ മാത്രമായിട്ട് ചുരുക്കേണ്ട കാലം ഇനിയിപ്പോ അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ വേണ്ടതുണ്ട്. ഇംഗ്ലീഷ് നന്നായി പഠിക്കുകയാണ് വേണ്ടത്. രണ്ടും ഇല്ലാത്ത അവസ്ഥയിൽ ആണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള അവസ്ഥ നമുക്കുണ്ട്. ഇത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് തുല്യം ഇപ്പൊ ഇവിടെ കൊഴിഞ്ഞുപോക്കല്ല ഇവിടുത്തെ പ്രശ്നം. ഈ ചെറിയ ക്ലാസ്സുകളെ സംബന്ധിച്ച് ഹയർ സെക്കൻഡറിയിൽ അത് ഉണ്ടാവുകയും, പക്ഷേ പ്രൈമറി ക്ലാസ്സുകളിൽ ഈ കുട്ടികൾ വരുന്ന പരമാവധി പരിഗണന എടുക്കുന്നുണ്ട് വിദ്യാലയങ്ങൾ എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ പരിഗണന എന്നുള്ള വാക്ക് തന്നെ ആവശ്യമില്ല. എല്ലാ കുട്ടികളും തുല്യമായിട്ട് സ്കൂളിലെത്തി തുല്യ അവസരങ്ങൾ ലഭിക്കുകയാണ് വേണ്ടത്. അപ്പൊ അവിടെ പ്രത്യേക പരിഗണന കൊടുക്കുന്നു എന്നുള്ള വാക്ക്, അത്തരം ചർച്ചകൾ നടക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. എല്ലാ കുട്ടികൾക്കും തുല്യമായ അവസരങ്ങൾ ലഭിക്കുന്ന വിദ്യാലയങ്ങളായിട്ട് മാറുക, അവിടെ എവിടെയാണ് നമുക്ക് നടത്തേണ്ടത് എന്നുള്ളത് നമ്മൾ പൊതുസമൂഹം കൂടെ ശ്രദ്ധിക്കപ്പെട്ടാൽ പലപ്പോഴും അധ്യാപകർ ഇതൊന്നും തിരിച്ചറിഞ്ഞിട്ടല്ല അവരുടേതായ രീതികളിൽ കാര്യങ്ങൾ കൊണ്ടുപോകാം. ഇപ്പൊ നമ്മൾ സ്കൂളുകളിൽ ചെന്ന് നോക്കിയാൽ എനിക്കറിയാം, മിക്കവാറും ഈ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെല്ലാം ഒരു ഭാഗത്ത് വെച്ച് പഠിപ്പിക്കുന്ന ഒരു രീതി വളർന്നു വരുന്നുണ്ട്. കാരണം അവരെ കുറച്ച് സമയമാണ് മാറ്റി നിർത്തി പഠിപ്പിക്കുന്നത് തെറ്റുണ്ടെന്നല്ല, പക്ഷെ മുഴുവൻ സമയം അവർക്ക് മനസ്സിലാവുന്ന മറ്റു ഒരുപാട് കാര്യങ്ങൾ പരിസര പഠനത്തിന്റെ ചുറ്റുപാടുള്ള സസ്യങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റിയും ഇടപെടാൻ പറ്റുകയും ചെയ്യുന്ന കുട്ടികളെ ആ സമയം അവര് എഴുതാനും വായിക്കാനും പഠിക്കുകയും 1 വർഷം മുഴുവൻ പഠിപ്പിക്കും. അടുത്ത വർഷം ഈ കുട്ടികളെ വീട്ടിൽ ഇതേ കാര്യങ്ങൾ തന്നെ കൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല നടക്കുന്നത്. അപ്പൊ ഇത് പൊതുവായി ഇടപെടാൻ ചിലപ്പോൾ പ്രയാസമുണ്ട്. ഓരോ വിദ്യാലയവും ഒരു യൂണിറ്റ് തന്നെയാണ്. അപ്പൊ അവിടെ ഇടപെട്ടാൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് ചുരുക്കി പറയാനുള്ളത്. സജി പ്രസിഡന്റ് കൂടിയാണ് സജി. നമസ്കാരം. എൻ്റെ പേര് സജി എന്നാണ്. ഞാൻ സാമൂഹിക പഠന ഫെസിലിറ്റേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ കുറേ അനുഭവങ്ങൾ, പിന്നെ നമ്മുടെ ഉന്നതികളിലുള്ള നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാം. നമ്മൾ ആദിവാസികൾ നമുക്ക്
നമ്മുടേതായ ഒരു ഭാഷാ സംസ്കാരം, ജീവിത രീതികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ തന്നെ നമ്മുടെ രക്ഷിതാക്കൾ കൂലിപ്പണിയൊക്കെ എടുത്തിട്ടാണ് മക്കളെ വളർത്തുന്നത്. അപ്പൊ അവർക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നത്തിൽ അവര് കൂടുതൽ ആളുകളും മദ്യത്തിന്റെ അടിമയായി മാറി. അവര് മക്കളെ വീടുകളിൽ പണിയെടുത്ത് വന്ന് വീടുകളിൽ വൈകുന്നേരങ്ങളിൽ എത്തുമ്പോൾ വീടുകളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളുടെ ഇടയിലാണ് മക്കൾ വളരുന്നത്. അപ്പോൾ ഈ രക്ഷിതാക്കൾ വഴക്ക് കൂടുന്നതും അവരുടെ പ്രശ്നങ്ങൾ പങ്കിടുന്ന സമയങ്ങളിൽ മക്കൾ ഇത് കേട്ട് വളർന്നു വരുന്നു. അവർ സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോഴും അവർക്ക് ഇത് ബുദ്ധിമുട്ടാണ്. മറ്റു കുട്ടികളായി ഇടപെടാനും അവരുടെ ഭാഷകൾ സംസാരിക്കുമ്പോൾ മറ്റു കുട്ടികൾ അവരെ ചേർത്ത് നിർത്തില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കടനായ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ എനിക്ക് നമ്മളെ വീട്ടിൽ നമ്മളെ ഭാഷയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ കോളേജിൽ വരുമ്പോൾ ഞാൻ മലയാളം സംസാരിക്കും. പക്ഷെ ഇടയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ അതിനകത്ത് കടന്നു വരും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കും, നീ ഒരു ആദിവാസി ഇല്ലേ എന്നൊക്കെ എന്നെ പറയും. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമായി മാറി. പിന്നെ എന്തോ നമ്മളെ നിങ്ങളെന്താണ് കാട്ടിലാണോ താമസിക്കുന്നത്, ആനയുടെ പുറത്താണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിഹാസങ്ങളായിരുന്നു. ആ ഒരു ഇതിലൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. പക്ഷെ പിന്നീട് അതെല്ലാം മാറി. ഇപ്പൊ നമ്മുടെ കുട്ടികൾ മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. അത് ക്ലാസ്സുകളിലാണെങ്കിൽ തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളെ ഗോത്ര കവികള് നമ്മുടെ പാഠഭാഗങ്ങളിൽ ആദിവാസി ഗോത്ര കവികളുടെ കവിതകൾ നമ്മുടെ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുമ്പോൾ കുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം അവർ വളർന്നു വന്ന ജീവിത രീതികൾ, കാടും ചുറ്റുപാടുകൾ, പ്രകൃതി, ആ ഒരു ഇതാണ് അവരുടെ മനസ്സുകളിലുള്ളത്. ഈ കഥകളൊക്കെ ആദിവാസികളുടെ ഗോത്രജനതയുടെ കവിതകളിൽ ഉൾപ്പെടുമ്പോൾ അവർക്ക് ആ ഒരു ചിന്തകൾ കടന്നു വരും. അപ്പോൾ വിദ്യാഭ്യാസം അവർക്ക് കുറച്ചുകൂടി ലളിതമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദിവാസി ജനങ്ങൾ അവരുടെ ബന്ധങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു കൊല്ലം ഒരാളെ പരം അവർ ജീവിക്കും. കല്യാണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ ഒരു വ്യക്തി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ വേറൊരു ബന്ധം. അപ്പോൾ അവർക്കുണ്ടാവുന്ന ആ മക്കളിൽ നിന്നാണ് പുതിയൊരാൾ വരുമ്പോൾ അവർക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ പുതിയൊരാളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയോ, ഇദ്ദേഹം സ്വന്തം അച്ഛനല്ല എന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റൂല. അവിടെ നിന്നുള്ള ആ ചെറിയ ചെറിയ പീഡനങ്ങൾ ആ പഠിക്കുന്ന കുട്ടിക്ക് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പോലും തടസ്സമായി മാറുന്നുണ്ട്. പിന്നീട് ആ കുട്ടി അദ്ദേഹത്തിന്റെ ഡ്രോപ്പ് ഔട്ടിലേക്ക് എത്തും. അങ്ങനെ ഒരുപാട് കുട്ടികൾ ഡ്രോപ്പ് ഔട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ നമ്മുടെ ആദിവാസികളുടെ മനസ്സിൽ തന്നെ കാടുമായിട്ട് റിലേറ്റഡ് ആണ്. അവർക്കിന്ന് കാടാണ്, പുഴയും തോടും മരവും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവർക്ക് വലിയ താല്പര്യമില്ലാണ്. അവരിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി അടുത്തത് എങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പൊ അവർക്ക് അവർ നമ്മുടെ ഉന്നതികളിൽ തന്നെ ജോലി മേടിച്ച ആളുകൾ സാമൂഹ്യ പഠനമുറികളിൽ പോലുള്ള സ്ഥാപനങ്ങളിൽ വന്നിട്ട് കുറച്ചു നേരം നമ്മൾ ആദിവാസി മക്കളായിട്ട് ഇടപെടുന്നില്ല. ഈ ഇടപെടലുകൾ നടക്കുമ്പോൾ നമ്മളെ മക്കൾക്ക് കുറച്ചുകൂടി മാറ്റം ഉണ്ടാവും. നമ്മളെ ആളുകളുടെ ഇടയിൽ തന്നെ ജോലിയുള്ള ആളുകൾ ഒരു മാതൃകയായി മാറുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ ആയിരിക്കും നമ്മുടെ മക്കൾ ഉൾക്കൊണ്ട് അവർ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇന്ന ആളായി മാറണം എന്നുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാവും. പക്ഷെ ഇത് നമ്മളെ ഇടയിൽ വളരെ കുറവാണ്. ജോലിയുള്ള ആള് ഇപ്പോൾ നമ്മുടെ വനാന്തരങ്ങളിൽ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ജോലിയുള്ള ആൾ എന്താവും, ജോലി കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബവും ആയിട്ട് അദ്ദേഹം വേറെ സ്ഥലം എടുത്ത് മാറി താമസിക്കും. പക്ഷെ മറ്റു നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളെ ഒരു പുസ്തക രീതിയിലോ അല്ലെങ്കിൽ അവരായിട്ട് മിങ്കിൾ ചെയ്ത് പോകാൻ അദ്ദേഹം താല്പര്യം കാണിക്കുന്നില്ല. അതൊരു തലമുറ വളർന്നു വരുന്നതിന് തടസ്സമായി മാറുന്നുണ്ട്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഗോത്രജന നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം സ്ക്രൈബ്. ഈ സ്ക്രൈബ് എന്ന് പറഞ്ഞ സംവിധാനം തന്നെ ഒഴിവാക്കണം എന്നാണ് അഭിപ്രായം. കാരണം നമ്മുടെ മക്കൾ 10ാം ക്ലാസ് വരെ കഷ്ടിച്ച് എഴുത്തും വായന അറിയാതെ വരുന്നു. 10ാം ക്ലാസ് വിജയശതമാനം കൂട്ടാൻ വേണ്ടി അവരെ ജയിപ്പിച്ചു വിടുന്നു. പക്ഷെ അവർ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ അക്ഷരം വായന അറിയില്ലാത്ത ആ കുട്ടി മറ്റു കുട്ടികളുടെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കും? അദ്ദേഹത്തിന് അത് വളരെ ബുദ്ധിമുട്ടായി മാറും. അങ്ങനെയാണ് ആ ഡ്രോപ്പ് ഔട്ടിലേക്ക് വരുന്നത്. നമ്മൾ ആദ്യം കണ്ടെത്തുന്ന ഡ്രോപ്പ് ഔട്ട് തടയാനും പിന്നീട്
അത് ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് നമ്മളെ മക്കളെ അക്ഷരങ്ങൾ വായന നല്ല രീതിയിൽ പഠിപ്പിച്ച് അവരെ പരീക്ഷ എഴുതി നല്ല വിജയ ശതമാനത്തിലേക്ക് എത്തിക്കണം. അല്ലാതെ സ്ക്രൈബ് എഴുതിപ്പിച്ച് നമ്മളെ സ്കൂളിലെ വിജയ ശതമാനം വർദ്ധിപ്പിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ മാറുന്നതനുസരിച്ച് നമ്മളെ കുട്ടികൾക്ക് മുന്നോട്ട് വരാൻ പറ്റും. അതേപോലെ തന്നെ അടിയപ്പണിയെ കാട്ടുന്നതൊക്കെ കമ്മ്യൂണിറ്റികളിലുള്ള ആളുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നോക്കം വരുന്നത്. അവർക്ക് പഠനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് സ്വയം തൊഴിൽ, ഇപ്പൊ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ സ്കൂളുകളിൽ തന്നെ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ അവർക്ക് ഉള്ള വഴി കാണിച്ചു കൊടുക്കണം. ക്രാഫ്റ്റ് വർക്കുകൾ അല്ലെങ്കിൽ തുന്നൽ അങ്ങനത്തെ ഇതൊക്കെ കൂടുതൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കത് എന്താണെന്ന് കാണിക്കുമ്പോൾ അവർക്കൊരു തൊഴിലായി മാറുന്നു. താല്പര്യമുള്ള കുട്ടികൾക്ക് ആ താല്പര്യത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൂടി ആയി വരുമ്പോഴാണ് അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത്. അതോടൊപ്പം നമ്മുടെ പഠനമുറികളിൽ കുട്ടികൾക്ക് അവർക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഗോത്ര ജനതയുള്ള ആളുകളുടെ അവസ്ഥ തന്നെ വളരെ അവസ്ഥയാണ്. കാരണം രാത്രി നേരങ്ങളിൽ അവർക്ക് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും. ചോർന്നൊലിക്കുന്ന വീടുകളാണ്. സ്കൂളുകളിൽ ഇങ്ങനെ എഴുത്തും കുറെ എഴുതാനൊക്കെ തരുമ്പോൾ ചിലപ്പോൾ അവർക്ക് നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങൾ പോലുണ്ട്. അപ്പൊ അവിടെ അവർക്ക് അവരുടെ കാര്യങ്ങൾ അറിയാനുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. പക്ഷെ ഇതൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ അവരുടേതായ മാറ്റങ്ങൾ ഉണ്ടാവും. കുട്ടികളുടെ വളർച്ചയ്ക്കും സമൂഹമായിട്ട് അവർക്ക് ഒരു നല്ലൊരു പൊരുത്തപ്പെട്ട് വരാൻ സാധിക്കും. പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞാല് നമ്മളെ ഗോത്രസാരഥി ഇപ്പോ എല്ലാം വീടുകളുടെ അടുത്തേക്ക് തന്നെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെ ആളുകള് ഗോത്ര ജനതയിലുള്ള ആളുകൾ മക്കളെ ഒരുക്കി വിടൂല. മക്കളെ ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ തന്നെ വണ്ടി വന്ന് തിരിച്ചു പോകുന്നവർ അവരവിടെ ഉണ്ടാവും. അവിടെ എവിടെയും ചുറ്റുപറ്റിരിക്കും. വണ്ടി പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വരും. രക്ഷിതാക്കൾ പണിക്കെന്ന് പറഞ്ഞിട്ട് അവരവരുടേതായ രീതിയിലേക്ക് പോകും. അപ്പൊ മക്കളുടെ വിദ്യാഭ്യാസം തടസ്സമായി മാറുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു മാറ്റം വരണം. മാറ്റം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഗോത്ര ജനതയിൽ ഒരു പുതിയതായ IAS IPS പോലുള്ള ആളുകളൊക്കെ നമ്മളെ ഇടയിൽ നിന്ന് വളർന്നു വരാൻ പറ്റുള്ളൂ. വിദ്യാഭ്യാസം അവർക്ക് നല്ലൊരു മാതൃകയായിരിക്കണം. അവരുടെ വളർച്ചയ്ക്കും അവരുടേതായ ഒരു ചുറ്റുപാടിനെ അത് നല്ല രീതിയിലേക്ക് മാറ്റുമ്പോഴാണ് ആ വ്യക്തി ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെ ഉന്നതികളിൽ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രൊമോട്ടേഴ്സ് അങ്ങനെ അവർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവര് കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും തന്നെ നമ്മുടെ രക്ഷിതാക്കള് ഇത് തടസ്സപ്പെടുന്നുണ്ട്. കാരണം കുട്ടിക്ക് ഒരു ഹോസ്റ്റൽ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷിതാക്കള് താല്പര്യം കാണിക്കുന്നില്ല. അല്ലെങ്കിൽ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ പിന്നീട് ആ സ്കൂള് തുടങ്ങുന്ന സമയങ്ങളിൽ കുട്ടീനെ വിടൂല. ചെറിയ കാരണങ്ങൾ പറഞ്ഞ് അവന് തടസ്സപ്പെടുത്തും. ഇതൊക്കെയാണ് ആ ഗോത്ര ജനതയിലുള്ള കുട്ടികൾ മുന്നോട്ട് വരാത്തതിന്റെ ഒരു കാരണമായി മാറുന്നത്. പിന്നെ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന ഗ്രാൻഡ് കാര്യങ്ങളൊക്കെ പരമാവധി അത് ചുരുക്കണം. കാരണം ഈ ഗ്രാൻഡ് കിട്ടുന്ന പൈസകൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് രക്ഷിതാവ് മദ്യപിക്കാനോ അങ്ങനെ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ മേടിക്കാനൊക്കെ ആയിരിക്കും. പക്ഷെ അതിന് പകരമായിട്ട് കുട്ടിക്ക് പഠിക്കാൻ പറ്റിയ പുസ്തകങ്ങൾ, അവർക്ക് പഠനോപകരണങ്ങൾ മേടിച്ചു കൊടുക്കുന്നതോടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ അതിൽ കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ സ്കൂളുകളിൽ തന്നെ ആദ്യം യൂണിഫോം എല്ലാം കൊടുക്കുന്നുണ്ട്. കുട്ടീൻ്റെ കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് യൂണിഫോം മേടിക്കാൻ അത് വിനിയോഗിക്കില്ല. അത് വേറെ രീതിയിലേക്ക് ചെലവാക്കും. സ്കൂളുകൾ മുഖേന തന്നെ കുട്ടികൾക്ക് യൂണിഫോം കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അവർക്ക് അതിൻ്റെതായത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആ ഗോത്രജനതയുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ തന്നെ കുട്ടികളുടെ ഇടയിൽ നല്ല കഴിവുള്ള ആളുകളുണ്ട്. കഴിവുകൾക്ക് അനുസരിച്ച് അവർക്കുള്ള ഒരു വഴികൾ കാണിച്ചു കൊടുക്കണം. നമ്മളെ ആളുകൾക്ക് വളരെ നല്ല നല്ല കഴിവുകളുണ്ടോ, അവർക്ക് നല്ല കായിക ശേഷിയുള്ള കുട്ടികളാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള അവർക്കൊരു വഴി അവർക്ക് അറിയില്ല. അവർക്ക് സപ്പോർട്ട് ചെയ്യാനോ ഇത് നല്ലതാണ് ഇന്നതിലേക്ക് പോകുന്നു പറയുന്ന അവർക്ക് സപ്പോർട്ടുകൾ വളരെ കുറവാണ്. അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് കുറെ അവരെ ആ സ്വപ്നങ്ങൾക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. അവർ ചുരുങ്ങി അവരുടേതായ ഒരു ഇതിലേക്ക് ഉൾപ്പെട്ട് അവരുടേതായ ഇതിലേക്ക് ഒതുങ്ങി ജീവിക്കും. കൂടുതലായിട്ട് അവർക്ക് സമൂഹമായിട്ട് പൊരുത്തപ്പെട്ട് വരാനും സാധിക്കില്ല. കാരണം ഓരോ ഉന്നതികൾ വേറെ വേറെ ആയിരിക്കും. ഒരു ഉന്നതിയിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റി, ഒരു വിഭാഗത്തിലുള്ള ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരായിട്ടുള്ള ഇടപെടലുകൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ള ആളുകളായിട്ട് അവരൊരു ബന്ധം ഉണ്ടാവില്ല. കുട്ടികൾ അതേ രീതിയിലാണ്, മുതിർന്ന ആളുകൾ അതേ രീതിയിലാണ് വളർന്നു വരുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു ചിന്താഗതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് മറ്റുള്ള ആളുകളായിട്ടോ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളായിട്ടോ അവർ കൂടുതലായിട്ടുള്ള ഒരു അറിവ് അവർക്ക് ഉണ്ടാവില്ല. ഇതൊക്കെ മാറ്റം വരുമ്പോൾ മാത്രമേ ഗോത്ര ജനതയുടെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുള്ളൂ.
ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തും. പി വി സന്തോഷ് മാസ്റ്ററുടെ അനുസ്മരണത്തിന്റെ ഭാഗമായിട്ട് വയനാട് ജില്ലയിലെ ഗോത്രവർഗ ജനവിഭാഗത്തിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കണമെന്നുള്ള വളരെ ഗൗരവമായ ആലോചന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലോചിച്ചു. അത് കഴിഞ്ഞ അനുസ്മരണ പരിപാടിയുടെ ഘട്ടത്തിൽ തന്നെ ആലോചിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തിൽ നടക്കേണ്ട ചർച്ചകൾ പൊതുവെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണെന്ന് തന്നെ പറയാം. വിദ്യാഭ്യാസ മേഖലയിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളുടെ പ്രചരണ കാര്യങ്ങളാണ് പൊതുവെ ഇപ്പോൾ നമ്മൾ തന്നെ കേൾക്കാം. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ വയനാട്ടിലെ ഗോത്രവർഗ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പരിശോധിക്കാൻ വേണ്ടി പൊതുവെ തയ്യാറാണ്. എന്നാൽ ചില ഇടങ്ങളിൽ ഇത്തരം ചർച്ചകൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടും പൊതുവെ അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഹരിസാർ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിന്റെ സൈദ്ധാന്തിക തലത്തിൽ നിന്നുകൊണ്ട് എന്താണ് ഗോത്രവർഗ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അതിന്റെ കോംപ്ലക്സിറ്റീസ് എന്താണെന്നുള്ളതിനെ കുറിച്ചും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മനോജ് സാർ നമ്മളോട് കമന്റ് ചെയ്തുകൊണ്ട് TPS പ്രൈമറി മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പുതിയ പ്രതിസന്ധികളെ കുറിച്ച് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട സജി ആ മേഖലയിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ അവരനുഭവിക്കുന്ന അതിന്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് നമ്മളോട് സംബന്ധിച്ചു. വ്യക്തിപരമായിട്ട് 2014 ഹയർ സെക്കൻഡറി മേഖലയുമായി ബന്ധപ്പെട്ട് എന്താണ് കുട്ടികൾക്ക് ഹയർ സെക്കൻഡറിയിലെ ട്രൈബൽ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്നുള്ള ഒരു 1-2 കാര്യങ്ങൾ അന്വേഷിച്ച് പോയ സമയത്താണ് പനമരം ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട വിഷയം ഏകജാലകത്തിൽ അഡ്മിഷൻ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. അതിന്റെ പിന്നാലെ പോയപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായത് ഹയർ സെക്കൻഡറി മേഖലയിൽ നടപ്പിലാക്കുന്ന ഏകജാലക സംവിധാനം, ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എത്രത്തോളം ഈ കുട്ടികൾക്ക് ഗുണപരമായിട്ടാണ് വർത്തിക്കുന്നത് എന്നത്. മെറിറ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിലും ഗോത്രവർഗ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ക്രിയേറ്റീവ് ആയിട്ടാണ് ഈ പ്രവർത്തനം അവർക്ക് ഗുണപരമാകുന്നത് എന്ന ഒരു ചോദ്യം വ്യക്തിപരമായിട്ട് എന്നോട് തന്നെ ചോദിക്കാനുണ്ടായ ഒരു സാഹചര്യം. സയൻസിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടിക്ക് കൊമേഴ്സിൽ അഡ്മിഷൻ കിട്ടും. കൊമേഴ്സിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടി വിചാരിക്കുന്നത് എനിക്ക് സയൻസിൽ ഇനി അഡ്മിഷൻ കിട്ടാനേ സാധ്യതയില്ല. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ഇത് ഒരു കുട്ടിയുടെ കേസല്ല, ഇതൊരു കുട്ടി ആത്മഹത്യ ചെയ്ത കഥ നമ്മുടെ മുമ്പിലുണ്ട്, സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് കേരളത്തിലെ വയനാട് ജില്ലയിലെ ജില്ലാ കളക്ടറായിരുന്ന ശ്രീ കേശവേന്ദ്രകുമാർ IAS മുമ്പിൽ ഇങ്ങനൊരു പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. ഈ കുട്ടികളുടെ അഡ്മിഷനെ ബാധിക്കുന്നു എന്ന ഒരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞ സമയത്താണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇന്ന് സ്പോട്ട് അഡ്മിഷൻ ഇല്ലാതെ 5 വർഷത്തോളം സ്പോട്ട് അഡ്മിഷൻ നടത്തിയിരുന്നു വയനാട് ജില്ലയിൽ ഹയർ സെക്കൻഡറിയിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം 17.5%, ഏകദേശം 18% ST പോപ്പുലേഷനുള്ള ജില്ലയാണ് വയനാട്. 10ാം ക്ലാസ് പൂർത്തീകരിക്കുന്ന പട്ടികവർഗ കുട്ടികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ വർഷം 2098 കുട്ടികൾ 10ാം ക്ലാസ് പൂർത്തീകരിച്ചു. അതിൽ 13 പേരൊക്കെയാണ് NHS ആയിട്ടുള്ളത്, നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആണ്. തോറ്റു എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല. ഈ പറയുന്ന +2 പഠനത്തിന് യോഗ്യത നേടാത്ത 13 കുട്ടികൾ, അതിൽ സേ പരീക്ഷ എഴുതുന്നതോടുകൂടി ആ കുട്ടികൾ കൂടി ചിലപ്പോൾ ഇങ്ങോട്ട് വരും. സ്വാഭാവികമായിട്ടും 2098 കുട്ടികൾ. ആ കണക്കെടുത്തു കഴിഞ്ഞാൽ 10,000-ഓളം കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത്, 11,000 ചില്ലുവാനും കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നതിൽ 2098 കുട്ടികൾ ഈ പറയുന്ന ST വിഭാഗത്തിൽ നിന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏകദേശം 17 മുതൽ 20% വരെയുള്ള പോപ്പുലേഷന് തുല്യമായിട്ടുള്ള, ജനസംഖ്യാനുപാതികമായി തുല്യമായിട്ടുള്ള പട്ടികവർഗ കുട്ടികൾ നമ്മുടെ വിദ്യാലയങ്ങളിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കണക്കിനെയാണ് നമ്മൾ വളരെ ഗൗരവത്തിൽ പരിശോധിക്കുന്നത്. ഈ പോപ്പുലേഷന് തുല്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ ഈ നാട്ടിലെ ഈ വിഭാഗത്തിന് ലഭ്യമാകുന്നുണ്ടോ? അർഹതപ്പെട്ട സീറ്റിൽ ഈ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടോ? വയനാട് ജില്ലയിലെ 20% വരുന്ന പോപ്പുലേഷൻ 20% സീറ്റ് കൊടുക്കണ്ടേ? ഇതാരാണ് ആലോചിക്കേണ്ടത്? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഹരിസാറൊക്കെ സെനറ്റ് കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളുകളാണ്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി വയനാട്ടിൽ നടത്തുന്ന അഡ്മിഷൻ സിസ്റ്റത്തിൽ വയനാട് ജില്ലയിലെ കോളേജുകളിൽ ST പോപ്പുലേഷൻ നേരെ തിരിച്ച് ST സംവരണം SC സംവരണമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? സ്പെഷ്യൽ ഓർഡർ പ്രകാരം 12% SC സംവരണവും 8% SC സംവരണമായിട്ട് തിരിച്ചാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ആകെ സ്ഥിതി എന്താ വെച്ചാൽ 8% ST സംവരണവും 12% SC സംവരണമാണ്.
ഇതിനെ വയനാട്ടിലെ ഒരു പോപ്പുലേഷന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കണക്ക് കൂടി ഞാൻ മുമ്പിൽ വെക്കുകയാണ്. ഈ വർഷം 1ാം ക്ലാസ്സിലെ കണക്കെടുപ്പ് വേണം. TPS ഒക്കെ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഓടിയ ആളുകളാണ്. 7200 കുട്ടികളാണ് വയനാട്ടിൽ ആകെ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ ചെറിയ മാറ്റമുണ്ട്, കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റമുണ്ട്. 7200. ഈ വർഷം 10ാം ക്ലാസ് പൂർത്തീകരിച്ച കുട്ടികളുണ്ട് 11,000. 7200 11,000 തമ്മിലുള്ള അകലം നിങ്ങൾ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാവും. വയനാട് ജില്ലയിലുള്ള ആകെ ഹയർ സെക്കൻഡറി സീറ്റുകളുടെ എണ്ണം 9,400 മെറിറ്റ് സീറ്റുകൾ, അതായത് ആകെ സീറ്റ് 9,400 ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് സീറ്റ് കിട്ടാനുള്ള ആകെ പ്രയാസമുണ്ട്. 10 വർഷത്തിന് 2034 7,200 കുട്ടികൾ ഹയർ സെക്കൻഡറി അഡ്മിഷനിലേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ജില്ലയിൽ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ഈ 7,400 കുട്ടികൾ അഡ്മിഷനിലേക്ക് വരുന്ന സമയത്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു കണക്ക് കൂടി ഞാൻ പുതുതായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എടുത്തു. ഈ പോപ്പുലേഷനിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, കൂടുകയാണ് ചെയ്യുന്നത്. 18% മുതൽ 19-20% എടുക്കുകയാണ്. അതായത് ഈ സ്ട്രെങ്ത് 2000 ചില്ലുവാനും ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ 2034 വയനാട് ജില്ലയിൽ ഉണ്ടാകും എന്നുള്ളതാണ് കണക്ക്. അപ്പൊ ആരുടെ പോപ്പുലേഷൻ ആണ് കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പൊതുവെ ഈ പോപ്പുലേഷന്റെ ഒരു കൃത്യത കൂടുതലായിരുന്നു. 2300 ചില്ലറയും 2400 ചില്ലറയൊക്കെ ആയിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഹയർ സെക്കൻഡറി അഡ്മിഷൻ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം? വീടിന് തൊട്ടടുത്ത് ഈ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. വീടിന് തൊട്ടടുത്ത് പഠനം ലഭ്യമാവേണ്ട സാഹചര്യം ബാക്കി എല്ലാ കുട്ടികൾക്കും ലഭ്യമാകുമ്പോൾ പട്ടികവർഗ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് മാത്രം വീടിനോട് ചേർന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് തിരുനെല്ലി, മുൽപ്പുഴ, കൊട്ടത്തറ, തൊണ്ടനാട് പഞ്ചായത്തിന്റെ ചില ഭാഗങ്ങൾ, തവിഞ്ഞാൽ പഞ്ചായത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് വരാനേ സാധിക്കുന്നില്ല. മാത്രമല്ല, ഇനി വരാൻ അവസരം കിട്ടിയാൽ പോലും തിരുനെല്ലി പഞ്ചായത്തിന്റെ ഒരു സ്ഥിതി എടുക്കാം. ഈ കുട്ടികൾ തന്റെ വീട്ടിൽ നിന്ന് 4-5 കിലോമീറ്റർ കാടിലൂടെ സഞ്ചരിക്കുന്നു. ഒരു പൊതു നിരത്തിൽ എത്തിച്ചേർന്ന ശേഷം ബസ്സിൽ യാത്ര ചെയ്യുന്നു. കാട്ടിക്കുളമോ തൃശ്ശൂരിയോ മാനന്തവാടിയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ പഠനത്തിന് എത്തുന്നു. തിരിച്ച് വൈകുന്നേരം നിലവിലുള്ള ഹയർ സെക്കൻഡറിയുടെ പഠന സമയം 5 മണിക്ക് അവസാനിക്കുന്നു, 4:50 അവസാനിക്കുന്നു. തിരിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങി വീണ്ടും ഇതേ പ്രോസസ് തിരിച്ചു പോകുമ്പോൾ ഈ കുട്ടികൾ വീട്ടിലേക്ക് എത്തുന്ന സമയം നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഏത് കുട്ടികളെയാണ് നമ്മൾ സംസാരിക്കുന്നത്? 1 മുതൽ 10 വരെ ഗോത്രസാരഥിയും പ്രഭാത ഭക്ഷണമൊക്കെ കൊടുത്തു വിടുന്ന നമ്മൾ മോൾഡ് ചെയ്യപ്പെട്ട ഈ കുട്ടികൾക്ക് പിന്നീട് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊട്ടടുത്ത വർഷം 14 വയസ്സ് 15 വയസ്സ് പൂർത്തിയായത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു അപകടം എന്താ വെച്ചാൽ ഗോത്രസാരഥി ലഭ്യമാവുന്നില്ല, വാഹന സൗകര്യം ലഭ്യമാവുന്നില്ല, പ്രഭാത ഭക്ഷണം ലഭ്യമാവുന്നില്ല. സ്കൂളിൽ വന്ന് പോകുന്ന ഈ ദൂരം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളതായി മാറും. അപ്പൊ തന്റെ ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ പറ്റുന്നതിനുള്ള വേറെ പ്രശ്നങ്ങളാണ്. 8% സമ്മേളനം സയൻസ് 3 ബാച്ചുള്ളത് 16 24 സീറ്റ് ഉണ്ടാവും. 24 സീറ്റിൽ മെറിറ്റ്, നേരത്തെ പറഞ്ഞ മെറിറ്റുള്ള കുട്ടികൾ ആദ്യം അഡ്മിറ്റ് ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ട് അവസാനം കിട്ടുന്ന ആർക്ക് എവിടെയെങ്കിലൊക്കെ അഡ്മിഷൻ കിട്ടും. ഇപ്പൊ എന്റെ പ്രിയ സുഹൃത്തൊക്കെ ഹയർ സെക്കൻഡറി മേഖലയ്ക്ക് ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് മുമ്പിൽ ഇരിക്കട്ടെ, എന്താ സംഭവിക്കുന്ന അവരുടെ കഥയാണ്. ഇങ്ങനെ കിട്ടുന്ന കുട്ടി, ആ കുട്ടി ചെല്ലുന്ന ക്യാമ്പസ് ഈ കുട്ടിക്ക് തീരെ ചേരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ ഒരു കണക്ക് കൂടി ഞങ്ങൾ സമാഷനൊക്കെ അറിയാം. ഞങ്ങൾ അതിനൊരു കണക്ക് കൂടി എടുത്തിട്ടുണ്ട്. എന്താണ് ദ്വാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്ര ST കുട്ടികൾ പഠിക്കും? ഒരു കണക്കിന് വേണ്ടി നമ്മുടെ ഒരു പഠനം. അല്ലെങ്കിൽ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലോടിയിൽ എത്ര ST കുട്ടികൾ പഠിക്കുന്നുണ്ട്? തൊട്ടടുത്ത് മാനന്തവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എത്ര ST വിഭാഗത്തിന്റെ കുട്ടികൾ പഠിക്കുന്നുണ്ട്? സ്വാഭാവികമായിട്ടും ഈ സംവരണ തത്വം അനുസരിച്ച് ഇവരെല്ലാം അവിടെ പഠിക്കണ്ടേ? 23 ബാച്ചുള്ള സ്കൂളിൽ 24 ST കുട്ടികൾ ദ്വാരകയെ കിട്ടണ്ടേ? 5 താഴെ കിട്ടുക, അല്ലെ? 5 താഴെ കിട്ടുക. അപ്പൊ എന്താണ് അവിടെ യഥാർത്ഥം സംഭവിക്കുന്നത്? ഈ കുട്ടിയെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിന് ഈ സംവിധാനം തയ്യാറല്ല. അത് ഏതെങ്കിലും ഒരു സ്കൂളിന്റെ കുഴപ്പമായിട്ടല്ല പറയുന്നത്, ഒരു വിദ്യാലയത്തിന്റെ കുഴപ്പമായിട്ടല്ല പറയുന്നത്. പൊതുവെ ഈ സംവിധാനം ഇവനെ റിജക്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, ഇവനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ 2034 ചേർത്ത് പിടിക്കും. 2034 ചേർത്ത് ഇപ്പം പ്രൈമറി ക്ലാസ്സുകളിൽ വണ്ടിയും കൊടയും മറ്റെല്ലാം അങ്ങോട്ട് ഓഫർ ചെയ്ത് കുട്ടികളെ കൊണ്ടുപോകുന്നത് പോലെ 2034 ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടിയെ ചേർത്ത് പിടിക്കും. ഒരു സംശയം വേണ്ട, ആ കാലം വരും 10 വർഷത്തിനപ്പുറത്തേക്ക്. പക്ഷെ അതിനു മുമ്പ് ഇപ്പൊ പ്രസന്റ് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു സിംഗിൾ ഉത്തരവിലൂടെ ഇപ്പൊ 25 ലക്ഷം രൂപ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് കൊടുക്കും. 25 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതിയാണ്, മികവുള്ള പദ്ധതിയാണ്. ഫോറിൻ സ്റ്റഡീസിൽ പോകാൻ ആഗ്രഹിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് 25 ലക്ഷം രൂപ കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പദ്ധതിയുണ്ട്, മികവുള്ള പദ്ധതിയാണ്, ഒരു സംശയമില്ല. പക്ഷേ ദൈനംദിനമായി അതാത് മാസത്തിൽ നൽകേണ്ട ഗ്രാന്റ് വിതരണത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതാത് മാസം നൽകേണ്ട ഗ്രാന്റ് അതാത് മാസം നൽകാൻ വേണ്ടി സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് അവന്റെ ദൈനംദിന ചെലവ്, അവന്റെ വിദ്യാഭ്യാസ ചെലവ്, അവന് വേണ്ട പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ചെലവ്, ഇതെല്ലാം ഇതിനകത്താണ് അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്.
മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അധികം ദീർഘിപ്പിക്കുന്നു. നിങ്ങൾ പൊതുവെ ഇതിന്റെ വിഷയത്തിന്റെ ഒരു കാഠിന്യം മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന നിരവധി മേഖലകൾ അവിടേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമായിട്ട് രൂപപ്പെടേണ്ട കുറെ ചിന്തകളുണ്ട്. അത് ബോധപൂർവ്വം ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ എന്തിനാണ് ജീവിച്ചു പോയത് എന്ന ചോദ്യം വളരെ ഗൗരവമായി നമ്മുടെ മേഖലയിൽ ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യം. ഇത് വളരെ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗ്രാൻഡുമായി ബന്ധപ്പെട്ട വിഷയം എന്താ? ഡിസിഷൻ മേക്കിംഗ് ആണ്. ഈ മാസം ഗ്രാൻഡ് എന്ത് ബാക്കി എല്ലാ ചെലവുകളും കേരളത്തിൽ നിർത്തിവെക്കേണ്ടി വന്നാലും പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് വിതരണം ചെയ്യുമെന്ന് തീരുമാനിക്കാൻ കഴിയുന്നിടത്തേക്ക് നമുക്ക് വളരാൻ പറ്റുന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ഇവന്റെ യാത്രാപദ്ധതിയുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറിയിലോ ഉന്നത വിദ്യാഭ്യാസത്തിലോ എവിടെ കിട്ടിയാലും ഞാൻ മുതൽവൻ എന്നൊരു പദ്ധതിയുണ്ട് തമിഴ്നാട് സർക്കാരിന്റെ. ഞാൻ മുതൽവൻ അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റാലിൻ നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു പദ്ധതിയുടെ പേരാണ് ഞാൻ മുതൽവൻ. സർക്കാർ സ്കൂളുകളിൽ പഠിച്ച തമിഴ്നാട്ടിലെ എല്ലാ കുട്ടികളും, അത് പട്ടികവർഗ കുട്ടികൾ മാത്രമല്ല, ആ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ കിട്ടിയാൽ തിരുവനന്തപുരം സൗജന്യം. മാത്രമല്ല കോൾ സെന്റർ പ്രവർത്തിക്കുക, 500 പേരിൽ കോൾ സെന്റർ പ്രവർത്തിക്കുക. നമുക്ക് അവിടെ വിളിക്കാം, ഇതായിരിക്കും ഞാൻ ഇങ്ങനെ 10ാം ക്ലാസ് പൂർത്തീകരിച്ചു കഴിഞ്ഞു, എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല, എന്താണ് ഞാൻ സ്പെഷ്യൽ ഉത്തരവാണ്, എവിടെയാണ് വേണ്ടത്, ഒറ്റ ചോദ്യമുള്ളൂ. ആ ചോദ്യം ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സ്പെഷ്യൽ ഉത്തരവ് വഴി. അത്ര കുട്ടികളൊന്നും അവിടെ വിദ്യാഭ്യാസത്തിൽ വരുന്നില്ല എന്നൊരു കണക്കുകൂടിയുണ്ട് നമ്മൾ. പക്ഷെ എങ്കിൽ പോലും കേരളം പോലുള്ള ഒരു പരിസ്ഥിതിയിൽ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ കണക്കിനെ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റേണ്ടതുണ്ട്. എത്രത്തോളം ധൈര്യം നമുക്കൊക്കെ വ്യക്തിപരമായിട്ടുണ്ടോന്ന് അറിയില്ല. എനിക്ക് തന്നെ ധൈര്യം വളരെ കുറവാണ് ഇത്തരം കാര്യങ്ങൾ പൊതുവെ പറയും. കാരണം ഈ പറയാൻ പറ്റുന്നതാണോ ഒരു വിഷയമാണോ മറ്റുള്ളത്, പൊളിറ്റിക്കലി നമുക്ക് എത്രത്തോളം ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ചോദ്യമൊക്കെ പലപ്പോഴും നമ്മളോടൊപ്പം തന്നെ ചോദിക്കുന്നതാണ്. ഇവിടെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇനി നേരോട്ട് പോയാൽ ഞാൻ ഹയർ സെക്കൻഡറി കണക്ക് പറഞ്ഞ സീറ്റൊക്കെ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാ. ഉന്നത വിദ്യാഭ്യാസ കോളേജിന്റെ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രോപ്പ് ഔട്ടിന്റെ നിരക്ക് വളരെ വളരെ കൂടുതലാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ പരിചയപ്പെട്ടത് ലണ്ടൻ കോളേജിൽ ഫിസിക്സ് പഠിച്ചുകൊണ്ടിരുന്ന പഠനം പൂർത്തീകരിച്ച് തിരിച്ച് ഇവിടെ നമ്മുടെ തിരുനെല്ലി ഭാഗത്ത് തിരിച്ചു വന്നതാണ്. കാരണം അവിടെ അക്കമേ പറ്റുന്നില്ല, തുടരാൻ പറ്റുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഇത്തരം കുട്ടികളെ നമുക്ക് ബോധപൂർവ്വം തുടരാൻ വേണ്ടി പറ്റുക? എങ്ങനെയാണ് മെന്ററിംഗ് സംവിധാനം ഇവിടെ വളരെ ഗൗരവത്തോടെ ഏർപ്പെടുത്താൻ വേണ്ടി പറ്റുക? ഇതിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി തയ്യാറുള്ള ആളുകളുടെ മുമ്പിൽ എങ്ങനെയാണ് ഈ വിവരങ്ങൾ വളരെ ഗൗരവത്തോടെ എത്തിക്കാൻ പറ്റുക? ഇത് ഒരു പ്രധാനപ്പെട്ട തീരുമാനമായി നമ്മുടെ മേഖലയിൽ വരേണ്ടതുണ്ട്. ഇത് എങ്ങനെയാണ് നമുക്ക് മറ്റ് വൈകാരികമായുള്ള ചർച്ചകളിലേക്ക് അപ്രോച്ച്? ഇത് വൈകാരിക ചർച്ചകൾക്ക് പ്രസക്തിയില്ല. നമ്മൾ ഏതെങ്കിലും തരത്തിൽ സമരം ചെയ്തുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടോ ഒന്നും മാത്രമല്ല ഈ കോംപ്ലക്സിറ്റി അഡ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെയാണ് കൂട്ടായി തുടരാൻ വേണ്ടി പറ്റുക, അതിനുള്ള തുടർ ചർച്ചകൾക്ക് ഈ വേദി കാരണമാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന വിഷയങ്ങളിൽ പ്രതികരിച്ച് സംസാരിക്കാൻ അല്പസമയം നമുക്കൊരു 25 മിനിറ്റ് അടുത്തൊരു പ്രോഗ്രാം നടക്കാനുണ്ട്. സന്തോഷ അനുസ്മരണവും അതുപോലെ പുരസ്കാര സമർപ്പണവും. അപ്പോൾ ഓഡിയൻസിന് അതിൽ പ്രതികരിച്ച് സംസാരിക്കാൻ ഒരു അല്പസമയത്ത് നമുക്ക് പ്രതികരിക്കാം, അതിനുള്ള അവസരമാണ്. സന്തോഷം. പക്ഷേ വലിയ മേഖല അദ്ദേഹത്തിന് വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഈ ആദിവാസി വിഭാഗത്തിൻ്റെ ഉന്നവരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായി വെച്ച് ചർച്ചാ കമ്മീഷനിൽ ഇത്തരം ഒരു വിഷയം കിട്ടേണ്ട സന്തോഷമാണ് രേഖപ്പെടുത്താൻ. നമ്മളപ്പോൾ എനിക്ക് തോന്നുന്നത് ആദിവാസി വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി താഴെ നിന്ന് തുടങ്ങുന്നതാണ്. കാരണം പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ഒരു വിടവ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ അതിൽ താഴെ ഇപ്പോൾ ഫ്രഷ് എന്നൊക്കെ സംവിധാനം ഉന്നതികളിൽ ഇല്ല, ഉന്നതികളെല്ലാം ഇവിടെയില്ല, കാര്യമായിട്ടില്ല. പക്ഷെ ഗർഭസ്ഥ അവസ്ഥ മുതൽ ഈ കുട്ടികളെ അനുഭവിക്കുന്ന ഒരു
പോഷകാഹാരക്കുറവുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ സാർ പറഞ്ഞത് സാർ എന്നൊക്കെ പറഞ്ഞത് പഴയ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വെച്ചാണ് നമ്മൾ ഇതിനെ വിലയിരുത്തുന്നത്. പഴയ പട്ടനായിക വിഭാഗം കൊച്ചി വിഭാഗം ഏറെക്കുറെ സ്വയംഭരായി അല്ലെങ്കിൽ അവർ മറ്റു പൊതുസമൂഹത്തേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഗോത്ര സമൂഹത്തിലുള്ള പൊതു കാഴ്ചപ്പാട് മാറ്റി ശരിക്കും ജാതി സെൻസസ് എന്ന് പറയുന്ന പോലെ ഈ ഗോത്ര വിഭാഗത്തിൽ തന്നെ ഒരു ജാതി തിരിച്ചുള്ള കണക്കെടുത്ത് അവരുടെ പരാജയങ്ങൾ പരിഹരിച്ചു പോകേണ്ടത്. ഇപ്പം പഴയ വിഭാഗത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ സജി പറഞ്ഞ ഒരു കാര്യം, മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ കുടുംബകലഹങ്ങൾ, ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഗർഭസ്ഥാവസ്ഥ മുതലുള്ള മാൽ ന്യൂട്രീഷൻ, അവരുടെ പോഷകാഹാരക്കുറവ് വലിയ പ്രശ്നമാണ്. അപ്പോൾ അംഗൻവാടികൾ അതിനുള്ള വൈകാരാണ്. പക്ഷേ അംഗൻവാടികളെ വെച്ച് നമ്മൾ പരിശോധിച്ചാൽ എത്ര ആദിവാസി വിഭാഗത്തിലെ കുട്ടികൾ അംഗൻവാടിയുടെ സേവനം ഉപയോഗിക്കുന്നുണ്ട്? അമ്മമാർ ഉപയോഗിക്കുന്നില്ല, രക്ഷിതാക്കൾ ഉപയോഗിക്കുന്നില്ല, കുട്ടികൾ ഉപയോഗിക്കില്ല. ഗർഭസ്ഥ അവസ്ഥയിലുള്ള പോഷകാഹാരങ്ങൾ അവർ വാങ്ങുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായാലും ഒരു അംഗൻവാടിയിൽ നിന്ന് ചാക്ക് കണക്കിന് സാധനം കൊണ്ടുപോയി പശുവിന് കൊടുക്കുന്ന നമ്മുടെ അല്ലേ എന്താ അമൃതപ്പൊടി അല്ലേ, അമൃതപ്പൊടി നല്ല സാധനമാണ്, പക്ഷെ അത് ഉപയോഗിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇവരെ അതൊന്നും അന്വേഷിക്കേണ്ടതുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പ്രശ്നമൊക്കെ വന്നു, പിന്നെ ഗോത്രസാരഥി വന്നു. ഗോത്രസാരഥി മുതൽ ഈ കുട്ടികളെ വേർതിരിക്കുകയാണ്. സന്തോഷമാണ് പറഞ്ഞത്. ഗോത്രസാരഥി മുതൽ തന്നെ കുട്ടികളെ ഗോത്രസാരഥി വണ്ടി വേറെ കുട്ടികളെ കയറ്റാൻ പാടില്ല. അപ്പോൾ അവരെ മാത്രം കയറ്റി പോകുന്നൊരവസ്ഥ. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ വേറൊരു പഠനം എന്നൊക്കെയാണ് വേറെ പഠനം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ 5-6 കൊല്ലത്തിന് മേലെയായി മെന്റൽ ടീച്ചേഴ്സിനെ കൊണ്ടുണ്ടായിട്ടുള്ള ഇമ്പാക്ട് ഇല്ല. പഠനം അവസ്ഥ പഠനം നടന്നല്ലേ, മെന്റൽ ടീച്ചേഴ്സിനെ വെച്ചു. നമ്മുടെ വലിയ സ്വപ്നമാണ്, നമ്മുടെ കുട്ടി കുറച്ച് സാധനമാണ്. അതിനൊരു ഗുണമുണ്ട്. കാരണം അത്രയും വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയും എന്നുള്ള 15,000 കൊടുത്തു എന്നുള്ള വലിയ കാര്യമാണ്, ഒട്ടും കുറച്ച് കാണുന്നില്ല. പക്ഷെ ആ സേവനം കിട്ടിയത് കൊണ്ട് കുട്ടികൾക്ക് ഗുണമുണ്ടായി. അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് അവർക്കുണ്ടായ അത്ര നല്ലതല്ല, അത് അംഗീകരിക്കണം, തുടരേണ്ടതാണ്. ഒരു കാരണവശാലും നിർത്തിക്കൂടാ. കാരണം അത്രയും 10-20 ജില്ലാ കുട്ടികളുടെ കുടുംബം അല്ലെങ്കിൽ അവരുടെ ജോലി പ്രശ്നമാണ്. പക്ഷെ അവരുടെ പ്രവർത്തനം കൊണ്ട് ഈ വിഭാഗത്തിന് അതൊരു ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നമാണല്ലോ എനിക്ക് ഉദ്ദേശിച്ചത്. ഭാഷാ വിഷയത്തിലുള്ള അന്തരമാണല്ലോ, അത് എത്രമാത്രം അഭിസംബോധന ചെയ്തിട്ടുണ്ട്. കാരണം അത് അഭിസംബോധന ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എത്രത്തോളം ചെയ്തിരിക്കുകയാണ് സജീവ പോലെ ആളുകൾ പറയാൻ കഴിയും. അപ്പോൾ അത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ആ കുട്ടികൾ ആരും മന്ത്രം ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അതും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി എന്നാലും ഇത്തരം ചർച്ച വന്നത് വളരെ നന്നായിട്ടുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് ആളുകളുടെ ചർച്ചകൾ വളരെ തുറന്നു നടത്തേണ്ടത്, അത് നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനങ്ങളിലേക്ക് സാധാരണ വെച്ചിട്ട് പ്രത്യേകിച്ച് സന്തോഷ് മാഷെ അനുസ്മരണ സമയത്ത് തന്നെ ഈ ഒരു വിഷയം കൈകാര്യത്തിനുള്ള സന്തോഷമായി കൂടി നിർത്തുന്നത്. ഇല്ല, മനോജ് സാർ ഈ വിഷയത്തിൽ കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സാർ പറയാം. സാർ കേൾക്കാമോ? കേൾക്കാമല്ലോ അല്ലേ? സാറിന് കമന്റ് ചെയ്യാം, നമുക്ക് കൺഫ്യൂഷനിലേക്ക് പോകണം. അല്ല, പൊതുവെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ സാറിന് കമന്റ് അവരുടെ രാജ്യങ്ങളിൽ നിന്നും അവരുടെ
ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലുള്ള ഒരു പ്രശ്നമാണ് അവർ പറയുന്നത്. സമൂഹത്തിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസം അത്തരത്തിൽ. അപ്പൊ അതേ രീതിയിൽ തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള തൊഴിൽപ്പാടും പലകാലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കുറയുന്നുണ്ട്. പിന്നെ അപ്പൊ ഈ ലോറിയിൽ കഴിയുന്നതാരാ, ഈ ലോറിയിൽ പോയാൽ തൊട്ടടുത്തുണ്ടായാലും തട്ടിയതിനാരാ, ഇത് ക്ലീൻ ചെയ്യുന്നതാരാ? അപ്പൊ നമ്മൾ ചുറ്റുപാടുകൾ നമുക്ക് നോക്കിയാൽ മതി. രാവിലത്തെ നമ്മൾ പലവഴ ടൗണിൽ ഒരു മാണ്ടവ ടൗണിൽ രാവിലെ ആൾക്കാർ പിന്നെ കോൺട്രാക്ടർമാർക്ക് അതിലൊന്നും നമ്മൾ പരിശോധിച്ചാൽ മതി. അത് നമ്മൾ വ്യക്തികളായി കൂലിയിൽ വിവേചനമുണ്ട്. അപ്പം ഇത് ഞാൻ പറയുന്നത് നമ്മൾ അറിഞ്ഞാൽ നമ്മളെല്ലാവരും സൗകര്യത്തിനുള്ളിൽ നമ്മൾ കാര്യങ്ങൾ അത്തരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസമായാലും ഇത് തന്നെയാണ്. പക്ഷേ സമൂഹത്തിൽ എന്താണോ ഉച്ചനീതികളുള്ളത് അത് അതിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും തൊഴിൽപ്പാടും വിദ്യാഭ്യാസ പദ്ധതിയാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ പിന്നെ ക്ലാസ്സിൽ അവർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. ഞാനൊരു ക്ലാസ്സിൽ എല്ലാവരും പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ഒരു ക്ലാസ്സിൽ ഞാൻ നിരീക്ഷിക്കാൻ വേണ്ടി പോയത് എല്ലാവരും പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും പരിചയപ്പെടുത്തുന്ന എല്ലാവരും അവരോട് അച്ഛന്മാരെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു കുട്ടി കറുപ്പി പറഞ്ഞു അമ്മേൻ്റെ ആ ക്ലാസ് ഒക്കെ ചെയ്യാം. അപ്പം അതിന് ഭവിഷ്യം എന്താ? ആ കുട്ടികൾ അച്ഛന്മാരെ പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ ആ കുട്ടി അച്ഛനെ പരിചയമില്ല. അതിന്റെ ചരിത്രപരമായ കോൺസിക്വൻസ് എന്താ? ആ പരാതികൾ പറയുന്നത് ചരിത്രപരമായിട്ട് സ്വയം നിക്ഷേപിക്കുകയാണ്. നമ്മൾ അപ്പുറത്തായാലും ട്രെയിൻ ചെയ്യുന്ന കുട്ടികളാണ്. അതുപോലെ അവരുടെ സംസ്കാരം, അവരുടെ ഭാഷ, അവരുടെ ചാരിറ്റി, അവരുടെ പേരുകൾ ഇതൊക്കെ അയാളുടെ കുട്ടികളെ രേഖപ്പെടുത്തും. അപ്പൊ ആ ശരിയല്ലേ കാര്യം പറഞ്ഞാൽ ഈ 5-6 10-15 വയസ്സുള്ള കുട്ടികൾക്ക് ഈ പേരുകൾക്ക് ശരിക്കുള്ള സ്വാഭാവിക കോർഡിനേഷൻ ഇല്ല. അത് സമൂഹത്തിൽ നല്ലതാ, വീട്ടിൽ ചുറ്റുപാടും നല്ലതാ. ഇന്നത്തെ കുട്ടികൾ കഴിക്കുന്നത് ഇത് കോളേജുകളിലാണ് കുട്ടികൾ മാത്രം കഴിക്കുന്നത്. ഇത് ഇടപെടലാണ് നോക്കുന്നത്. പലർക്കും അംഗൻവാടി സ്കൂളും എല്ലാ സ്കൂളും പോയി നോക്കുന്നത്. ഈ ഇടപെടലിൽ പോകുന്ന കുട്ടികളായിരിക്കുക, ചോറുന്ന കുട്ടികളായിരിക്കുക. ഈ കലപ്പുകൾ സംഭവിക്കുന്നില്ല. ആ കലപ്പുകൾ സംഭവിക്കാത്തത് ഈ കുട്ടികൾ ചെറുത് സമൂഹം അവരോട് പറഞ്ഞോ ജമീനോ അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ തന്നെയല്ല നമുക്ക് ചേർന്നല്ലാന്നുള്ളത്. അത് പറഞ്ഞുകൊണ്ടല്ല, പക്ഷെ നമ്മൾ അത്തരത്തിൽ പോകുന്നില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അത് നമ്മളത് മനസ്സിലാക്കണം. നമ്മളതിനകത്ത് ഡീപ്ലിക്കേറ്റ് ചെയ്യണം, നമ്മളതിനകത്ത് ഡീക്ലാസ് ചെയ്യണം, നമ്മളതിനകത്ത് ഡീക്ലാസ് ചെയ്യണം. ആരും പറഞ്ഞില്ല എന്തോ പിന്നെ അവസാനം നമ്മൾ ഈ സ്ഥലത്ത് തിരിച്ചു പോകാനുള്ള കുറ്റബോധം വേണ്ടിയുള്ളൂ. ഇത് സ്വാഭാവികമാണ്. ഇത് വളരെ എല്ലാ സമൂഹത്തിലും ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ പുരോഗമനമായിട്ട് കേരളം എന്തെങ്കിലും എഡ്യൂക്കേഷനും ഇൻഡിക്കേറ്ററുള്ള കേരളം എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരു അവഗമനം മുന്നോട്ട് പോകുന്നു. അതൊരു അവസാന ഭാഗം. ഇത് ഒക്കെ യുണൈറ്റ് ആയിക്കോട്ടെ എന്നുള്ളതാണ് നമ്മൾക്ക് സൗണ്ട് കട്ടായി പോയിരുന്നു സാറിന്റെ അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യത്തിൽ സംഭവിക്കില്ല. നമ്മളൊരു കാര്യം നടക്കുമ്പോൾ നമ്മൾ പോലീസിലേക്കായാലും അധ്യാപകരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും നമ്മളും സൗകര്യപരമായ ചില മോഹങ്ങൾ നടക്കുന്നത്. അപ്പൊ അത് അപകടമാണ്. അതാണ് ശരിക്കും ഈ മുനിസിപ്പാലിറ്റി പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് വളർത്താൻ വേണ്ടി നമ്മൾ പ്രാപ്തരാകുന്നു. അപ്പൊ അത് നമ്മളെല്ലാവരും പറയുന്നത് കാര്യത്തിലാണ്. നമുക്ക് ഈ വസ്തുക്കളെ പറ്റി അറിയാം, എന്താണ് ചുറ്റുപാടുകൾ അറിയാം. അത് മുന്നോട്ട് നീക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല. അപ്പൊ അത് വിദ്യാഭ്യാസത്തെ പ്രതിഫലിക്കുന്നു. അതിന്റെ പരിഹാരങ്ങളായി തോട്ടങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് മാറ്റം വരും. ഈ മാറ്റം ആർക്കാണ് കാരണമാക്കാൻ പറ്റുക? ഇപ്പൊ അവിടെ ഇവിടെ അധ്യാപകർ നോക്കില്ല. എനിക്ക് വയനാട്ടിൽ വന്നിട്ട് അധ്യാപകർ സന്തോഷ മാഷ്, സുരേന്ദ്ര മാഷ് ഇവരൊക്കെ സംസാരിച്ചതാ. ഇവരൊക്കെ എത്ര കാലമായി സംസാരിക്കുന്നത് എന്താണ് മലയാളികൾ കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രോഗ്രാം കൂടുതലാണ്. ഇപ്പൊ ഇതൊക്കെ കാലമായിട്ട് പറയുന്നു. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ മൗലികമായ മൗനം നമ്മളിങ്ങനെ കാലഘട്ടം നമ്മുടെ തലമുറയോട് നമ്മൾ നിലനിർത്തിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതിന് മാറ്റം നമുക്ക് സമഗ്രമായ രീതിയിൽ നമ്മൾ രാഷ്ട്രീയ ശക്തിയാണ്. നമ്മുടെ അയൽപ്പക്ക വിദ്യാലയങ്ങൾ വിജയിക്കുന്ന പ്രധാന കാരണം നമ്മളെ തൊഴിലാളികളുടെ അച്ഛനമ്മമാരും ഒരു 10
ഉണ്ടായിരിക്കുന്നത്. അതായത് ഗ്രാമത്തിൽ നിന്ന് ഒരു കുട്ടികളുടെ അടയാളപ്പെടുത്തലാണെങ്കിൽ ഒരു ഷാമിച്ചോട്ടല്ല ഏറിലാണ് എന്നൊക്കെ പഠനങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയെ നമ്മൾ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ബോധ്യത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് അതിനെ മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊതുസമൂഹത്തിന് കഴിയാം. പൊതുസമൂഹമാണ് ഉത്തരവാദില്ല. അതവർക്ക് മാത്രമായിട്ട് കാത്തിരിച്ചുകൊണ്ട് കാര്യമില്ല. അവർക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത്. എന്നാൽ ഈ കുട്ടികൾ നിൽക്കുന്നു സമൂഹത്തിലാണ് അവരുടെ ഭാഷ എന്ന് പറയുന്നത് ഈ വിവേചനം അവരെ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവരങ്ങനെ ചെയ്യുകയും ചെയ്യും. അപ്പൊ സമൂഹം മാറ്റം നിൽക്കാണ് വിദ്യാഭ്യാസത്തിന് മാത്രം മാറ്റം നിൽക്കാറുള്ളത് പ്രശ്നമാണ്. അപ്പൊ അത്തരത്തിലൊരു കാഴ്ചപ്പാടാണ് അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. സെമിനാർ സെഷനോട് അവസാനിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ അടുത്ത ഡോക്ടർ മനോജൻ സാർ സൂചിപ്പിച്ച ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ ഗോത്ര വിഭാഗത്തെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യുവാൻ മുൻവിധികളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പൊതുസമൂഹം മുന്നോട്ട് വരണം എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അവസാനമായി സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ക്ലാസ് റൂമുകൾ കൂടുതൽ ജനാധിപത്യ ഇടങ്ങളായി മാറണം എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു. അതുപോലെ തന്നെ പ്രൊഫസർ ഹരീന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം 1960-കളിൽ എനിക്കത് വലിയ ഒരു താല്പര്യമുള്ള ഒരു കാര്യമായി തോന്നി. 20 കേന്ദ്രീകരിച്ചുകൊണ്ട് അടിയാമണിയ വിഭാഗത്തിന്റെ ഒരു സംഘടന വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് ഏറ്റവും ഒരു താല്പര്യം ജനിപ്പിക്കുന്ന കാര്യമായി മാറി. പിന്നീട് അത് ഇങ്ങനെ പുറകോട്ട് പോയി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ഗോത്ര വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കിനെ ഒരു നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു കൺസേണായി മാറുന്നില്ല. ഒരു പൊതു വിദ്യാർത്ഥിയാണെങ്കിൽ പൊതു ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കാണെങ്കിൽ എല്ലാവരും അത് വളരെ ശ്രദ്ധയോടുകൂടി അതിൽ ഇടപെടാൻ നടത്താറുണ്ട്. പക്ഷെ ഇത് ഒരു സ്വാഭാവികമായ വിഷയമായി പരിഗണിക്കുന്നു എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹം കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സന്തോഷ് മാഷ് പറഞ്ഞ ഒരു കാര്യം, പ്രൈമറി തലത്തിൽ ഒരു തുല്യ അവസരങ്ങൾ ഗോത്ര വിദ്യാർത്ഥികൾക്ക് ലഭിക്കാത്ത ഒരു വിഷയം. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ, അതൊരു പൊതുവിദ്യാലയങ്ങളിലെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ ഈ ഗോത്ര വിഭാഗത്തെ മാറ്റി നിർത്തുന്ന ഒരു ഇടങ്ങളായി മാറുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സജി തന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ ഭാഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. സ്ക്രൈബായി മാറ്റിക്കൊണ്ട് കുട്ടികളെ സ്ക്രൈബ് ഉൾപ്പെടുത്തി 100% SLC വിജയം ഉണ്ടാക്കുന്ന ഒരു മോശമായ പ്രവണത നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഹയർ സെക്കൻഡറി അധ്യാപനങ്ങളിൽ ഞങ്ങളത് അനുഭവിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾച്ചേർത്തുകൊണ്ട് ഈ വിഷയത്തെ ഇത്തരം വിഷയങ്ങളൊക്കെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ചർച്ച ചെയ്ത് ഇവിടെ അവസാനിപ്പിക്കാതെ ഇതിൽ ക്രിയാത്മകമായ ഇടപെടൽ നടത്താൻ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സെഷനിൽ ചില പ്രായോഗികമായ ചില സാങ്കേതികമായ ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ക്ഷമിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർ മറ്റു വാക്കുകൾ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെമിനാർ സെഷൻ ഇവിടെ അവസാനിച്ചതായിട്ടുണ്ട്.